ഇന്നലെ നമ്മൾ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, വി ഡി സതീശൻ ഇത്ര കർശനമായി നിലപാടിൽ മാറ്റമില്ലാതെ ആ ചാപ്റ്റർ അടഞ്ഞ അധ്യായമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അത് കുറച്ച് വിഷയം അങ്കലാപ്പിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്ന 2 ഓഫറുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ഓഫറുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ കാര്യങ്ങൾ വെറും റൂമറുകളാണ്, ഇതിന്റെ കാര്യത്തിൽ സംശയമുണ്ട്, രാഹുലിന്റെ മറുപടി ഇതിൽ എന്താകുമെന്നുള്ളത് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷണങ്ങൾ നടത്തുമ്പോഴും രാഹുലിന് ആ കാര്യങ്ങളിലൊന്നും ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. രാഹുലിന് തിരിച്ചു വരാൻ കഴിയും, ആരും പരാതി ഒഫീഷ്യലി ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇരകളുടേതാണെന്ന് പറഞ്ഞ് അവിടെ എത്താത്തതും, 3ാം കക്ഷിക്കാരാണ് പരാതികൾ അത്രയും ഉന്നയിച്ചിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ വാർത്തയായിരുന്നു. അവിടെയാണ് വി ഡി സതീശൻ നിലപാടിൽ മയപ്പെടുത്താതെ, നിലപാടിൽ മാറ്റങ്ങൾ വരുത്താതെ ആവർത്തിച്ച് രാഹുലിന്റെ കാര്യം ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്, അയാൾ ഇനി കോൺഗ്രസിൽ ഇല്ല എന്ന് വീണ്ടും വീണ്ടും തറപ്പിച്ച് പറയുന്നത്. അവിടെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് 2 ഓഫറുകൾ ലഭിക്കുന്നത്. ഒന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ഓഫറാണ്. അതായത് പത്തനംതിട്ടയിൽ റാന്നിയിൽ LDFന്റെ പിന്തുണയോടുകൂടി 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ ഒരു അവസരം നൽകാം എന്നുള്ള ഒരു ഓഫറാണ് ഒന്ന്. ആ ഓഫറിനെ കുറിച്ച് രാഹുൽ പറഞ്ഞത് എന്താണെന്ന കാര്യം അറിവില്ല. ബട്ട് രാഹുലിനെ ഇന്നലെ അടൂരിലെ വീട്ടിൽ വസതിയിൽ ചെന്ന് രാഹുലിനെ ചില നേതാക്കൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പത്തനംതിട്ടയിലെ ചില പ്രാദേശിക നേതാക്കളാണ്, CPMന്റെ ലോക്കൽ കമ്മിറ്റിയിൽ പെടുന്ന ചില അംഗങ്ങളാണ് ഇന്നലെ രാഹുലിനെ അടൂരിലെ വീട്ടിൽ ചെന്ന് കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേക്കുറിച്ച് രാഹുൽ എന്താണ് മറുപടി നൽകിയത് എന്നോ, രാഹുൽ നോയാണോ യെസ് പറഞ്ഞോ എന്നോ, അതോ മറ്റെന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും അറിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ രാഹുലിന് ഇന്നലെ ലഭിച്ചിരിക്കുന്ന മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് അത് പാലക്കാട് നിന്നാണ്. നിലവിൽ പാലക്കാട് നഗരസഭയിലെ BJPയുടെ കൗൺസിലർ ആയിട്ടുള്ള പാലക്കാട് BJPയുടെ മുതിർന്ന നേതാവ്, പേര് ഞാൻ പറയുന്നില്ല, പാലക്കാട് മുതിർന്ന നേതാവ്, അദ്ദേഹം BJPയുടെ നഗരസഭ അംഗമാണ്. ആ അംഗമായിട്ടുള്ള പാലക്കാട്ടെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹവും ഒരു ഓഫർ രാഹുലിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസിലേക്ക് ഇനി തിരിച്ചു പോക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അതായത് 99.99% കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം. തിരിച്ചു പോക്ക് എന്ന് ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തെ കോൺഗ്രസ് തിരിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നുള്ള പറഞ്ഞാൽ തിരിച്ചെടുക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ 2 ഓഫറുകൾ, 2 പ്രപ്പോസലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തേടിയെത്തിയിരിക്കുന്നു. ഒന്ന് പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയാവുകയും ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയെ കുറിച്ച് പോലും അഭിപ്രായം പറഞ്ഞിട്ടുള്ള പാലക്കാട് നിന്നുള്ള പാലക്കാട്ടെ BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള നഗരസഭാംഗമായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു നേതാവിൽ നിന്നാണ് ഈ ഫോൺ കോൾ വന്നിരിക്കുന്നത്. രണ്ടാമത്തത് ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്നാണ്. അത് രാഹുലിന്റെ ജില്ലയാണ്. അവിടെ നിന്ന് CPMന്റെ ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ചില ആളുകൾ രാഹുലിനെ നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു എന്നുള്ളതാണ് മറ്റൊരു ഓഫർ. ആ ഓഫറിൽ അവർ പറഞ്ഞത്, ഒന്ന് പാലക്കാട് അസംബ്ലി മണ്ഡലമാണ്, അത് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന് CPM പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിലെ റാന്നി മണ്ഡലമാണ്. ഈ 2 മണ്ഡലങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ചില ഓഫറുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ചോദ്യങ്ങൾ ബാക്കിയാവുന്നത്. രാഹുൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി, ഒരു അനുഭാവിയായി തുടരുമോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറുമോ? ഇനി
ഇനി അതോ അയാൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ ബിസിനസ്സുകളുമായിട്ട് നിലവിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടി പാർലർ അതുപോലെ ഈ കിഡ്സ് വെയറുകളുടെ ഗാർമെന്റ്സുകളുടെ ഒക്കെ ഷോപ്പുകൾ അത്തരത്തിലുള്ള ബിസിനസ്സുകളുമായിട്ട് പൊതുമധ്യത്തിൽ നിന്ന് പാടെ വാനിഷ് ആയിക്കൊണ്ട് പൊതുമധ്യത്തിൽ കാണാത്ത രീതിയിൽ അദ്ദേഹം ബിസിനസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ രാഹുലിന്റെ തീരുമാനം കളം മാറ്റി ചവിട്ടാനാണെങ്കിൽ, അതായത് രാഷ്ട്രീയത്തിൽ തന്നെ തുടരാനാണ് തീരുമാനം, കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് ഇനി CPM-ന്റെയോ BJP-യുടെയോ കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുന്നതെങ്കിൽ അത് അയാൾ ഈ പൊതുപ്രവർത്തന മേഖലയിൽ തുടരണമെന്നുള്ള ആഗ്രഹം കൊണ്ടും അതുപോലെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പുകളെ ബാധിക്കുമെന്നുള്ള കാര്യം കൊണ്ടും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വേദനയാവും, അത് വലിയൊരു സങ്കടത്തിന്റെ കാര്യമാവും എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ നേതാവ്, ആ യുവ നേതാവ് ഈ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഈ പാർട്ടിയെ മെറിറ്റുകൾ പറഞ്ഞ് പ്രതിരോധിക്കുന്ന ഒരു ഭടനായിക്കൊണ്ട്, ഒരു മുന്നണി പോരാളിയായിക്കൊണ്ടാണ് അയാൾ സമൂഹങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വീകാര്യതയും ലഭിച്ചു എന്നുള്ളതാണ്. കാരണം അയാളുടെ ആ ഒരു വലിയ അറിവ്, അതോടൊപ്പം അയാളുടെ ആ ഒരു ശൈലി, അതുപോലെ അയാളുടെ വാക്ചാതുര്യം, ഇതൊക്കെ അയാളെ വലിയ ഒരു ജനപ്രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. എനിക്ക് തോന്നുന്നു VD സതീശനെക്കാളും രമേശ് ചെന്നിത്തലക്കാളേക്കാളും ഒക്കെ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു എന്നുള്ളതാണ്. സ്വീകാര്യതയുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്, സ്വാധീനമുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം രാഹുലിന് സ്വീകാര്യതയുണ്ട്, ബട്ട് പാർട്ടിക്കകത്ത് അത്ര വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ സംശയമുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഒരു നേതാവ് CPM-ന്റെ സഖാക്കളുടെ കൂടെ പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ BJP പാളയത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ, അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന, പൊതുമധ്യത്തിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുവാനും അയാൾക്ക് വേണ്ടി, അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ ഒരു ക്ഷീണവും സങ്കടവും ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം ഇനി അതല്ല, ഇവരോടൊക്കെ ഈ 2 ഓഫറുകളോടും രാഹുൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള കാര്യവും നമ്മൾക്ക് അറിവായിട്ടില്ല. എന്താണെങ്കിലും ഇനി അതല്ല, ഞാനിനി ഈ രാഷ്ട്രീയത്തിലില്ല, പൊതുപ്രവർത്തനത്തിനില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് ഈ പ്രസ്ഥാനത്തിന് ഒരു മുന്നണി പോരാളിയെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും ഘട്ടത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിപ്പോകുമെന്നുള്ളതാണ്. സാധാരണ അത്തരത്തിൽ ഒരുപാട് പോരാളികളെ പലർക്കും പല രീതിയിലും പല പ്രസ്ഥാനങ്ങൾക്കും നഷ്ടമാകാറുണ്ട്. ബട്ട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് നികത്താൻ കഴിയാത്ത ഒരു വിടപാടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അയാൾ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുന്നതിൽ. പലപ്പോഴും UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ വന്നിട്ട് ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ഉത്തരം മുട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നേരെ തൊടുത്തുയർത്ത അല്ലെങ്കിൽ പാഞ്ഞു വരുന്ന ഓരോ ചോദ്യങ്ങളെയും മറുപടികൾ കൊണ്ട് തടുത്തു നിർത്തിയ വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അങ്ങനെ ഒരു വ്യക്തി ഈ പാർട്ടി വിട്ട്, ഈ പ്രസ്ഥാനം വിട്ട് എതിർചേരിയിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ അത് സങ്കടകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. തളർച്ചയാണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും സങ്കടകരമാണ്. കാരണം അയാൾ ഈ പാർട്ടിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന 10,000-കണക്കിനായ ആളുകളുണ്ട്. പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്, അണികളുണ്ട്, ഈ പാർട്ടിയുടെ അനുഭാവികളുണ്ട്, ഈ പാർട്ടിയെ പിന്തുണക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള 10,000-കണക്കിന് ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാർട്ടിയോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അയാൾക്ക് അയാളുടെ നിലനിൽപ്പും പൊതുപ്രവർത്തനവുമാണ് മുഖ്യമെങ്കിൽ അയാൾ ഒരു പക്ഷേ അയാൾ കളം മാറി ചവിട്ടിക്കഴിഞ്ഞാൽ അത് അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അയാൾ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ആഗ്രഹം, ഒരു വിശ്വാസവും അയാളിൽ ഉണ്ടായിരുന്നു. ബട്ട് ഈ കാർക്കശ്യപൂർണമായ ഈ നിലപാടുകളും തീരുമാനങ്ങളും അത് അയാളിൽ ചില ആശങ്കകളും ചില സങ്കടങ്ങളും ഒക്കെ പരാതികളും ഒക്കെ ആയിട്ട് അയാളിൽ അത് ഉദിച്ചുയരുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.